ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിനൂസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റർ 2-ൽ നിന്നുള്ളൊരു ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഫോക്കസ് ഏരിയ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ഏരിയ പബ്ലിഷ് ചെയ്തു. അതിൽ രണ്ടാമത്തെ ചാപ്റ്ററായ +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. പരീക്ഷയ്ക്ക് വേണ്ടി പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് രണ്ട് ഭാഗങ്ങളാണ്. അതിൽ ആദ്യത്തേതാണ് ഊപ്പ് വേഴ്സസ് പോപ്പ്, രണ്ടാമത്തേതാണ് കോൺസെപ്റ്റ്സ് ഓഫ് 5 കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഇതിൽ ആദ്യത്തെ ഒരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു, പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ വിശദമായ ക്ലാസ് വേണ്ടവർക്ക് ആ ക്ലാസ് കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ള കോൺസെപ്റ്റ്സ് എല്ലാം വളരെ ലളിതമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടുള്ളൊരു വീഡിയോ ക്ലാസ്സാണിത്. അതായത് ഊപ്സിൻ്റെയും പോപ്പിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി കമ്പാരിസൺ ടേബിൾ പോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. അതോടെ +2-ലെ മറ്റ് സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അധികം വൈകാതെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പോപ്പ് വേഴ്സസ് ഊപ്പ്. പോപ്പ് സ്റ്റാൻഡ്സ് ഫോർ പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെയാണ് പോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഊപ്പ് സ്റ്റാൻഡ്സ് ഫോർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെയാണ് ഊപ്പ് എന്ന് പറയുന്നത്. ദെൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഫങ്ഷൻസ്. ഒരു പ്രോഗ്രാമിനെ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കാൽക്കുലേറ്ററിൻ്റെ എക്സാമ്പിൾ പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഒരു സിമ്പിൾ പ്രോഗ്രാം ആണല്ലേ. അപ്പോൾ അതിൽ വരുന്ന ഫങ്ഷൻസ് എന്തെല്ലാമായിരിക്കും? അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ. ഒരു പ്രോഗ്രാം തന്നു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന് ആദ്യം തന്നെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ടായിരിക്കും അവിടെ ഡിവൈഡ് ചെയ്യുന്നത്. അതേസമയം ഊപ്സിലേക്ക് വന്നു കഴിഞ്ഞാലോ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഒബ്ജക്ട്സ്. ഇവിടെ ഓരോ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇമ്പോർട്ടൻസ് ഗിവൺ ടു പ്രൊസീജിയർ. പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ആ പ്രോഗ്രാം ചെയ്യേണ്ടത്, എംഫസിസ് ഓൺ ഡൂയിങ് തിങ്സ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അതിനായിരിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേസമയം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലേക്ക് വന്നാലോ ഇമ്പോർട്ടൻസ് ഗിവൺ ടു ഡാറ്റ. അവിടെ ആ പ്രൊസീജിയറിനേക്കാളും ഇമ്പോർട്ടൻസ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഡാറ്റയ്ക്കാണ്. അപ്പോൾ ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു എക്സാമ്പിൾ കാണിക്കാം. ഇതൊരു സിമ്പിൾ പ്രോഗ്രാമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് ഈ ഒരു സിമ്പിൾ പ്രോഗ്രാമിനെ നമ്മൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പിന്നീട് ഈ ഫങ്ഷൻസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതായത് ഫങ്ഷൻസ് പരസ്പരം ഓരോ ഫങ്ഷൻസും അവരവരുടേതായിട്ടുള്ള വർക്ക് എന്താണോ അത് അവിടെ പെർഫോം ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റ് ഫങ്ഷൻസിലെ ഡാറ്റാസ് ആക്സസ് ചെയ്യും. അവിടെ ചേഞ്ചസ് വരുന്നുണ്ടല്ലേ. ഉദാഹരണമായി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന എക്സാമ്പിളാണ് ഒരു സ്കൂൾ സോഫ്റ്റ്വെയർ. സ്കൂൾ സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ ആ സ്കൂൾ സോഫ്റ്റ്വെയറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്റ്റുഡൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും, ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ കോമൺ ആയിട്ട് ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റയാണ്. അതായത് ഇപ്പോൾ സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യണമെങ്കിൽ, സ്റ്റുഡൻറ്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ, അതുപോലെ സ്റ്റുഡൻറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ, ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടുതലായിട്ടും വേണ്ടത് സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റയായിരിക്കും. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഈ സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ആയിട്ടായിരിക്കും നൽകിയിരിക്കുന്നത്. എല്ലാവർക്കും അത് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റയ്ക്ക് അവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതായത് ഇപ്പോൾ F1, F2, F3 അങ്ങനെ F6 വരെയുള്ള ഫങ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഓരോ ഫങ്ഷൻസും അവരവരുടേതായ രീതിയിലുള്ള ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഡാറ്റാസും ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ഫങ്ഷൻ ഒരു ഡാറ്റ ആക്സസ് ചെയ്യുന്നു, അതോടൊപ്പം അവിടെ ചെറിയൊരു വ്യത്യാസം വരുത്താം, ആ ഡാറ്റയ്ക്ക് ഒരു ചെറിയൊരു മാറ്റം വരുത്താം. ഈ മാറ്റം വരുത്തിയ ഡാറ്റയായിരിക്കും മറ്റൊരു ഫങ്ഷൻ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡാറ്റയ്ക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട്. ഈ ചേഞ്ച് ഇൻ ഡാറ്റ എഫക്റ്റ് എൻ്റയർ പ്രോഗ്രാം അല്ലേ. ഡാറ്റയ്ക്ക് ചേഞ്ച് വരുമ്പോൾ ആ ഫങ്ഷൻസിന് എറേഴ്സ് വരാനുമുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻസ് ഗിവൺ ടു പ്രൊസീജിയർ. അവിടെ എങ്ങനെയാണ് ആ പ്രൊസീജിയർ ചെയ്യേണ്ടത്, അതായത് ഒരു ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത്, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഡാറ്റ ആരൊക്കെ ആക്സസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡാറ്റയ്ക്ക് എന്തെല്ലാം ചേഞ്ച് വരുന്നുണ്ടെന്നൊന്നും അവിടെ ബോധർ ചെയ്യുന്നില്ല. അതേസമയം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കാണ്? ഒബ്ജക്റ്റിനായിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റ് എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? ഈ ഡാറ്റയും ഫങ്ഷൻസിനെയും ക്ലബ് ചെയ്ത് ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ, ആ ഡാറ്റാസിൽ ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കൂൾ സോഫ്റ്റ്വെയറിൻ്റെ കേസിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആദ്യം തന്നെ ആ പ്രോഗ്രാമിനെ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റും ടീച്ചർ ഒബ്ജക്റ്റും ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് എന്തെല്ലാമായിരിക്കും? സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ, അതായത് രജിസ്റ്റർ നമ്പർ, മാർക്സ്, ഫീ, നെയിം. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ ഫങ്ഷൻസ് ഗെറ്റ് സ്റ്റുഡൻറ്റ്, ഷോ സ്റ്റുഡൻറ്റ്, അപ്ഡേറ്റ് ഫീസ്.
ഇതുപോലെ ടീച്ചർ ഒബ്ജക്റ്റിൽ എന്തെല്ലാമാണ് വരുന്നത്? ടീച്ചേഴ്സിൻ്റെ ഡാറ്റ, അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഡാറ്റയും ഫങ്ഷൻസിനെ ക്ലബ് ചെയ്തൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് അവിടെ ആ ഒബ്ജക്റ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം ടീച്ചർ ഒബ്ജക്റ്റിൻ്റെ ഡാറ്റാസ് സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിന് ആക്സസ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അതായത് ടീച്ചർ ഒബ്ജക്റ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇവിടെയുള്ള ഡാറ്റാസ് സ്റ്റുഡൻറ്റിന് ആക്സസ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ സ്റ്റുഡൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ ടീച്ചേഴ്സിനും ആക്സസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്തത്. പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഫങ്ഷൻസ്, ഇവിടെ പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഒബ്ജക്റ്റ്. അടുത്ത പോയിന്റ് എന്താ? ഇമ്പോർട്ടൻസ് ഗിവൺ ടു പ്രൊസീജിയർ. ഇവിടെ പ്രൊസീജിയറിനായിരിക്കും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേസമയം ഓപ്സിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻസ് ഗിവൺ ടു ഡാറ്റ. ആ ഡാറ്റയ്ക്കായിരിക്കും അവിടെ കുറച്ചുകൂടി നമ്മൾ പ്രാധാന്യം നൽകുന്നത്. അടുത്തൊരു പോയിന്റ്, മോഡിഫിക്കേഷൻ ഇസ് ഡിഫിക്കൽട്ട് ആസ് ദേ ക്യാൻ അഫക്റ്റ് ദ എൻറ്റയർ പ്രോഗ്രാം. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു മോഡിഫിക്കേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടൊരു ആരോ ഡയഗ്രാം കണ്ടില്ല, അതായത് F1 F2 അങ്ങനെയുള്ള എല്ലാ ഫങ്ഷൻസ് പരസ്പരം അവർ ആക്സസ് ചെയ്യുന്നുണ്ട്, ഡാറ്റാസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു F2 എന്ന ഫംഗ്ഷനിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ F2 എന്ന ഫംഗ്ഷൻ എവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ ചേഞ്ച് വരുത്തേണ്ടി വരും അല്ലേ? ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ എൻറ്റയർ പ്രോഗ്രാമിനെ അവിടെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം ഓപ്സിലേക്ക് വന്നാലോ, മോഡിഫിക്കേഷൻ ഈസ് ഈസിയർ ആസ് ഒബ്ജക്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഇവിടെ മോഡിഫിക്കേഷൻ നടത്തുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈസിയാണ്. കാരണം എന്താ? ഓരോ ഒബ്ജക്റ്റും ഇൻഡിപെൻഡൻ്റ് ആണല്ലേ. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് ഒരു ഇൻഡിപെൻഡൻ്റ് ആണ്, ടീച്ചർ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് ഒബ്ജക്റ്റ് ആണ്. സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിൽ നിങ്ങൾ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിനെ മാത്രം ബാധിക്കുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? മോഡിഫിക്കേഷൻസ് നടത്താം. നിങ്ങൾക്ക് ഏതൊരു ഭാഗത്താണോ മോഡിഫിക്കേഷൻ നടത്തേണ്ടത് ആ ഒരു ഒബ്ജക്റ്റിൽ മാത്രം ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ആ ചേഞ്ചസ് വരുത്തിയാൽ മതി. മനസ്സിലായല്ലോ? അടുത്ത പോയിന്റ്, പോപ്പ് എന്ന് പറയുന്നതിന് നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പോപ്പിൽ യൂസ് ചെയ്യുന്ന അപ്രോച്ചാണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. അതുപോലെ ഊപ്സിൽ ഉപയോഗിക്കുന്ന അപ്രോച്ചാണ് ബോട്ടം അപ്പ് അപ്രോച്ച്. വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം, പോപ്പ് എന്ന് പറയുമ്പോൾ ടോപ്പ് ഡൗൺ, അതായത് ജനറൽ ടു സ്പെസിഫിക്. വളരെ ജനറൽ ആയതിൽ നിന്ന് സ്പെസിഫിക് ആയ കാര്യത്തിലേക്കായിരിക്കും അവിടെ പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുന്നത്. ഉദാഹരണമായി നമുക്കറിയാം, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ആദ്യം തന്നെ ആ പ്രോഗ്രാമിനെ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമല്ലോ. ഈ ഫംഗ്ഷൻസിനെല്ലാം നമ്മൾ കോൾ ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ നിന്ന്. അപ്പോൾ മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് എല്ലാ ഫംഗ്ഷൻ കോൾസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. അതുപോലെ ഊപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഓരോ മൊഡ്യൂൾസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യല്ലേ. ഓരോ മൊഡ്യൂൾസിനും നമ്മൾ ഓരോ കോഡ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കും. അതിനുശേഷം ഈ മൊഡ്യൂൾസ് എല്ലാം നമ്മൾ ഫൈനലി ഇൻറ്റഗ്രേറ്റ് ചെയ്യും. എങ്ങോട്ടേക്ക്? നമ്മുടെ മെയിൻ ഫംഗ്ഷനുമായി ഈ മൊഡ്യൂൾസിനെല്ലാം ഏറ്റവും അവസാനമാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ ഓരോ കോഡും ഓരോ മൊഡ്യൂൾസിന് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ മൊഡ്യൂൾസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് ഒരൊറ്റ സിംഗിൾ പ്രോഗ്രാമായിട്ട് വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണെന്ന്, ഈ ഒരു അപ്രോച്ചിന് പറയുന്ന പേരാണ് ബോട്ടം അപ്പ് അപ്രോച്ച്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പോയിന്റ് പറയാം. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ജനറൽ ടു സ്പെസിഫിക് ആണ് ടോപ്പ് ഡൗൺ അപ്രോച്ച്. ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ടു ജനറൽ. ഇവിടെ ഊപ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താ? ഒബ്ജക്റ്റിനെയാണ് അല്ലേ. അതായത് ഇപ്പോൾ സ്റ്റുഡൻറ്റ്, ടീച്ചർ, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള രണ്ട് ഒബ്ജക്റ്റിനെയാണ് നമ്മളവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ആ പ്രോഗ്രാം അവിടെ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്തത്, ഇറ്റ് ഡസ് നോട്ട് യൂസ് ആക്സസ് സ്പെസിഫയേഴ്സ്. ആക്സസ് സ്പെസിഫയേഴ്സ് ഒന്നും പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതേസമയം ഊപ്സിലേക്ക് വന്നാലോ, ഇറ്റ് യൂസസ് ആക്സസ് സ്പെസിഫയർ. നമുക്കറിയാം ആക്സസ് സ്പെസിഫയേഴ്സ് ഏതെല്ലാമാണ്? പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ്. ഇങ്ങനെയുള്ള ആക്സസ് സ്പെസിഫയേഴ്സ് എല്ലാം നമ്മൾ ഊപ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. നോ ഡാറ്റ ഹൈഡിങ്. ഡാറ്റ ഹൈഡിങ് ഒന്നും പോപ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഒരു സ്കൂൾ സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റുഡൻറ്റ് ഡാറ്റ എന്ന് പറയുന്നത് പബ്ലിക് ആണല്ലേ, എല്ലാവർക്കും യൂസ് ചെയ്യാം. ഡാറ്റ ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഫങ്ഷൻസും ഡാറ്റയ്ക്ക് ചേഞ്ച് വരുത്തുന്നുണ്ട്. ഇപ്പോൾ ഡാറ്റ ഹൈഡിങ് എന്ന പ്രോപ്പർട്ടി പോപ്സിലില്ല. അതേസമയം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലേക്ക് വന്നാലോ, എൻക്യാപ്സുലേഷൻ ഈസ് യൂസ് ടു ഡാറ്റ ഹൈഡിങ്. അവിടെ ഡാറ്റ ഹൈഡിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് എൻക്യാപ്സുലേഷൻ എന്ന മെത്തേഡ്. എൻക്യാപ്സുലേഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡാറ്റയും ഫംഗ്ഷനും, അതായത് ഒബ്ജക്റ്റ് അല്ലേ, ഡാറ്റ ഫംഗ്ഷൻ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിനെയാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡാറ്റ ഹൈഡിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് എൻക്യാപ്സുലേഷൻ. എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ എൻക്യാപ്സുലേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? അതിനു വേണ്ടിയാണ് നമ്മൾ ആക്സസ് സ്പെസിഫയേഴ്സ് ഉപയോഗിക്കുന്നത് അല്ലേ. അതായത് പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ മറ്റ് ക്ലാസ്സുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഡാറ്റയോ ഫംഗ്ഷനെയോ ഒന്നും ആക്സസ് ചെയ്യാൻ കഴിയില്ല. അതേസമയം നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഒരു ഡാറ്റ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ
ആ ക്ലാസ്സിനും അതിൻ്റെ ഡിറൈവ്ഡ് ക്ലാസ്സിനും ആ ഡാറ്റേഴ്സോ ഫങ്ഷൻസോ എല്ലാം ആക്സസ് ചെയ്യും, മെത്തേഡ്സ് എല്ലാം ആക്സസ് ചെയ്യും. അതേസമയം പബ്ലിക് ആയിട്ടാണെങ്കിലോ എല്ലാ ക്ലാസ്സുകൾക്കും ഈ മെത്തേഡ്സും ഡാറ്റാസ് എല്ലാം ആക്സസ് ചെയ്യും. അപ്പോൾ ഈ ഡാറ്റ ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി പ്രോഗ്രാമിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആക്സസ് സ്പെസിഫയേഴ്സ്. അതായത് ഏതെങ്കിലും ഒരു ഡാറ്റ ആർക്കും കൊടുക്കേണ്ട, നമുക്ക് മാത്രം മതി. ആ ഡാറ്റ ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ എന്തായിരിക്കും? പ്രൈവറ്റ് ആയിട്ടായിരിക്കും. അല്ല മറ്റ് ക്ലാസ്സുകൾ ഡിറൈവ്ഡ് ക്ലാസ്സിന് ഉപയോഗിക്കാമെങ്കിൽ നമ്മളവിടെ ഉപയോഗിക്കുന്നത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും ആക്സസ് സ്പെസിഫയർ. അതല്ല എങ്കിൽ അവിടെ പബ്ലിക് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഊപ്സിലെ എൻക്യാപ്സുലേഷൻ എന്ന കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. പ്രോഗ്രാമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പുവർ റിയൽ വേൾഡ് മോഡലിംഗ്. അതേസമയം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിലോ ഇംപ്ലിമെൻറ്റ് റിയൽ വേൾഡ് സിനാരിയോസ്. അതായത് റിയൽ വേൾഡ് സിനാരിയോസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുമ്പോഴാണ്. അതേസമയം പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് റിയൽ വേൾഡ് പ്രോബ്ലംസ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് കൺസിഡർ ചെയ്യാം. ഹ്യൂമൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയേഴ്സും വരുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേരാവാം, നമ്മുടെ ഏജ്, നമ്മുടെ ജെൻഡർ, ഇതെല്ലാമാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, ഹൗ വി സ്പീക്ക്, നമ്മൾ എങ്ങനെയാണ് സ്മൈൽ ചെയ്യുന്നത്, അതെല്ലാം നമ്മുടെ ബിഹേവിയറിൽ വരുന്ന കാര്യങ്ങളാണല്ലേ. ഇനി ഈ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ ഡാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, അതുപോലെ ബിഹേവിയറിനെ ഫങ്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ഡാറ്റയും ഫങ്ഷൻസും ഒരുമിച്ച് ചേരുമ്പോഴാണ് ആ ഒരു ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു എൻ്റയർ ഒബ്ജക്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്കറിയാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ഡാറ്റയും ഫങ്ഷൻസിനെ ക്ലബ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. അതായത് ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു എൻ്റയർ ഒബ്ജക്റ്റിനെ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതേസമയം പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലേക്ക് വന്നാലോ ഇവിടെ ഡാറ്റയും ഫങ്ഷൻസിനൊന്നും ക്ലബ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റിയൽ വേൾഡിലുള്ള ഇങ്ങനെയുള്ള ഇൻസിഡൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനായിട്ട് എളുപ്പം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇത് നമ്മുടെ സ്കൂൾ സോഫ്റ്റ്വെയർ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ സ്റ്റുഡൻറ്റുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് നമ്മുടെ സ്കൂൾ സോഫ്റ്റ്വെയറിൽ നടക്കുന്നുണ്ട്, ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസും ഉണ്ട്. ഈ രണ്ട് ഫങ്ഷൻസും പരസ്പരം എന്താ ചെയ്യുന്നത്? സ്റ്റുഡൻറ്റിന് ഡാറ്റാസ് ആക്സസ് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ സ്റ്റുഡൻറ്റും ടീച്ചറും എന്ന് പറയുന്നത് രണ്ടും സെപ്പറേറ്റ് ഫംഗ്ഷൻ ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഇവയൊന്നും ക്ലബ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്കൂൾ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ടീച്ചേഴ്സിൻ്റെ ഡാറ്റ, ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ സ്റ്റുഡൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു സിംഗിൾ എൻറ്റിറ്റി ആണെന്ന് പറയാം അല്ലേ. പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്കിത് രണ്ടും ക്ലബ് ചെയ്യാൻ അവിടെ കഴിയില്ല. അപ്പോൾ അതാണ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ പുവർ റിയൽ വേൾഡ് മോഡലിംഗ് എന്ന് പറയുന്നത്. അതേസമയം റിയൽ വേൾഡ് സിനാരിയോസ് നന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗം ഉപയോഗിച്ചിട്ടാണ്. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാം ഈസ് ലെസ് എക്സ്റ്റെൻസിബിൾ. അതേസമയം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗോ ഹൈലി എക്സ്റ്റെൻസിബിൾ. അതായത് ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മുടെ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് ആയ ഫോർ എക്സാമ്പിൾ ഇൻറ്റ്, ഡാറ്റ, ഫ്ലോട്ട് ഇങ്ങനെയുള്ള ഡാറ്റ ടൈപ്സ് കൂടാതെ തന്നെ മറ്റ് ഡാറ്റ ടൈപ്സ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിംഗിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക, എക്സ്റ്റെൻസിബിൾ ആണ്, കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. അതേസമയം ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലോ ഓൾറെഡി ഉള്ള ഡാറ്റ ടൈപ്സ് അല്ലാതെ മറ്റ് ഡാറ്റ ടൈപ്സ് ഒന്നും നമുക്ക് അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ പോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പോപ്പ് എന്ന് പറയുന്നത് ഒരു ലെസ് എക്സ്റ്റെൻസിബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ്. അതേസമയം ഓപ്സോ ഹൈലി എക്സ്റ്റെൻസിബിൾ ആണ്. വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം എക്സ്റ്റെൻസിബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? അതായത് ആ പ്രോഗ്രാമിൻ്റെ ബേസിക് ആർക്കിടെക്ചറിലൊന്നും വലിയൊരു മാറ്റം വരുത്താതെ തന്നെ നമുക്ക് ആ പ്രോഗ്രാം എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ആ പ്രോഗ്രാം എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി അല്ല, ലെസ് എക്സ്റ്റെൻസിബിൾ ആണ്. അതേസമയം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ അത് ഹൈലി എക്സ്റ്റെൻസിബിൾ ആണ്. അടുത്ത പോയിന്റ്, ഇൻഹെറിറ്റൻസ് ഈസ് നോട്ട് അലൗഡ്. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഇൻഹെറിറ്റൻസ് അലൗ ചെയ്യുന്നില്ല. അതേസമയം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടീസ് യൂസ്ഡ്, ഇൻഹെറിറ്റൻസ് എന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇൻഹെറിറ്റൻസ് എന്ന ടോപ്പിക്ക് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞതാണ്. എന്നിരുന്നാൽ കൂടി എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇപ്പോൾ റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വെഹിക്കിൾ എന്ന് പറയുന്നൊരു വിഭാഗം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനെ ലാൻഡ് വെഹിക്കിൾ, വാട്ടർ വെഹിക്കിൾ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ലാൻഡ് വെഹിക്കിളും വാട്ടർ വെഹിക്കിളും വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആക്സസ് ചെയ്യുന്നുണ്ട്. ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെഹിക്കിൾസ് ഉപയോഗിക്കുന്നത്. ലാൻഡ് വെഹിക്കിളും വാട്ടർ വെഹിക്കിൾസും നമുക്ക് ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. കാർ, ട്രക്ക്, ഹവർക്രാഫ്റ്റ്, ബോട്ട്. ഇവിടെ കാർ എടുത്തു കഴിഞ്ഞാൽ കാർ എന്ന് പറയുന്ന ഒരു ലാൻഡ് വെഹിക്കിൾ ആണ്. അപ്പോൾ അത് ലാൻഡ് വെഹിക്കിൾ ആണ്. അതേസമയം വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ പെടുന്നതാണ് കാർ. ട്രക്ക് എടുത്തു കഴിഞ്ഞാൽ ട്രക്ക് എന്ന് പറയുന്ന ഒരു ലാൻഡ് വെഹിക്കിൾ ആണ്. അതുപോലെ വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ കോമൺ പ്രോപ്പർട്ടീസും ട്രക്കിനുണ്ട്. ഹവർക്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഹവർക്രാഫ്റ്റ് എന്ന് പറയുന്നത് വെള്ളത്തിലൂടെയും സഞ്ചരിക്കും ലാൻഡിലൂടെയും സഞ്ചരിക്കും. അതുകൊണ്ട് ഇത് ഒരേ സമയം ലാൻഡ് വെഹിക്കിളുമാണ് വാട്ടർ വെഹിക്കിളുമാണ്.
അതുപോലെ തന്നെ വെഹിക്കിൾ എന്ന് പറയുന്ന കോമൺ ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഹവർ ക്രാഫ്റ്റ് ഇവിടെ അക്വയർ ചെയ്യുന്നുണ്ട്. ഇനി ബോട്ട് എടുത്തു കഴിഞ്ഞാൽ ബോട്ട് എന്ന് പറയുന്നത് ഒരു വെഹിക്കിളാണ്. അതുപോലെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാട്ടർ വെഹിക്കിളാണ്. അപ്പോൾ അതായത് വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടീസും വാട്ടർ വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടീസും അക്വയർ ചെയ്യുന്നതാണ് ബോട്ട് എന്ന് പറയുന്ന ക്ലാസ്. ഇനി വീണ്ടും നമുക്ക് കാറിനെ വീണ്ടും ഡിവൈഡ് ചെയ്യും. അതായത് ഓരോ കമ്പനി അനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതെന്താ, ഓരോ കമ്പനിയുടെ കാറിനും അതിൻ്റേതായ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതായത് വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടീസ് എന്തായാലും കാറിനുണ്ട്, ലാൻഡ് വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടീസും കാർ അക്വയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഏത് കമ്പനിയുടെ കാറാണോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് കൂടി അവിടെ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഒരു രീതിയിലാണ് ഇവിടെ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്ത് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇൻഹെറിറ്റൻസ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് objects of one class acquire the properties and functionalities of another class. ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് മറ്റ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ഫങ്ഷണാലിറ്റീസിനെയോ അക്വയർ ചെയ്യുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാർ എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ കാറ് ലാൻഡ് വെഹിക്കിളിൻ്റെ പ്രോപ്പർട്ടീസും അക്വയർ ചെയ്യുന്നുണ്ട്. അതേസമയം വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും അക്വയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഓരോ കാറിനും അതിൻ്റേതായ പ്രത്യേക പ്രോപ്പർട്ടീസും ഉണ്ട്. ഇപ്പോൾ ഒരു രീതിയിൽ നമുക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ അത് ഇൻഹെറിറ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പോപ്പിൻ്റെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ സി, പാസ്കൽ, ഫോർട്രാൻ, ബേസ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ C++, ജാവ. ഇതെല്ലാമാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് എക്സാമ്പിൾസ്. ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ പോയിന്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇൻഹെറിറ്റൻസ് എന്ന ടോപ്പിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കോഡ് റീയൂസബിലിറ്റി എന്നൊരു ടോപ്പിക് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമുക്ക് കോഡ് റീയൂസ് ചെയ്യാൻ സാധിക്കും. അതേസമയം പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലേക്ക് വരുമ്പോൾ കോഡ് നമുക്ക് അത്രത്തോളം റീയൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇതുപോലെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇനിയും പോയിന്റ്സ് ആഡ് ചെയ്യാം. വളരെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. മെയിനായിട്ട് 10 പോയിന്റ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ചോദ്യം നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വരുന്നത് അതിനനുസരിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. കമ്പാരിസൺ ടേബിൾ ആയിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ, കമ്പയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ ടേബിൾ വൈസ് കമ്പയർ ചെയ്ത് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ചോദ്യത്തിൻ്റെ മാർക്ക് എത്രയാണോ, ഒരു 3 മാർക്സിൻ്റെ ആണോ 5 മാർക്സിൻ്റെ ആണോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ ഡെഫിനിഷൻസും കുറച്ചും കൂടിയൊക്കെ ആഡ് ചെയ്തിട്ട് എഴുതാം. അല്ല ജസ്റ്റ് ഒരു കമ്പാരിസൺ ടേബിളാണ്, കമ്പയർ ചെയ്യാൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ ഒരു ടേബിൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് മനസ്സിലായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. അതോടൊപ്പം ഈ വീഡിയോ +2 പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒപ്പം ഇതുപോലെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കൂടിയുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്